സങ്കീർത്തനങ്ങൾ 103:22 വാക്യം. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവർത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എന്മനമേ യഹോവയെ വാഴ്ത്തുക. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നാം അവൻ്റെ പ്രവർത്തികൾ ആണ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ദൈവത്തിൻ്റെ വിവിധ ഗ്രൂപ്പുകളായ ദൂതന്മാരും ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും യഹോവയായ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവാധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും ദൈവത്തെ വാഴ്ത്തുവീൻ എന്ന ഒരു ആഹ്വാനം മുഴക്കപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ വചനം ശ്രവിക്കുകയും തൻ്റെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ദൂതന്മാർ സ്വർഗത്തിൽ സന്നിഹിതരും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരുമാണ്. അവർ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുവാനും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും സദാ സന്നദ്ധരായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകതയും താനും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് തന്നോട് തന്നെയും ആവശ്യപ്പെടുന്ന ഭക്തന്റെ ശബ്ദമാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തിയുടെ മകുടമായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവ പ്രവൃത്തികളുടെ മകുടമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യൻ. നോക്കൂ, അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കൈപ്പണി എന്നൊക്കെ പറയുന്നത്. 100-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത്, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അതുകൊണ്ട് യഹോവ തന്നെ ദൈവമെന്നറിവീൻ എന്ന്. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ എന്ന് 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മനുഷ്യൻ വെറും കളിമണ്ണും ദൈവം മനുഷ്യനെ തൻ്റെ കരവിരുതിനാൽ പ്രത്യേകമായി വിശേഷതകൾ ഏറെ ഉള്ളവനുമായി മെനഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു നല്ല കുശവനുമാണ് ദൈവം. യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. പ്രിയരെ, മനുഷ്യൻ മൃഗം പരിണമിച്ചുണ്ടായ സൃഷ്ടിയല്ല. മനുഷ്യൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൈപ്പണിയായി ഉണ്ടാക്കപ്പെട്ടവനാണ്. അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ദൈവത്തെ വാഴ്ത്തിപ്പാടും. ദൈവമേ, നീയാണ് ഞങ്ങളുടെ പിതാവ്. കുരങ്ങല്ല, മൃഗങ്ങളൊന്നുമല്ല ഞങ്ങളുടെ പിതാമഹന്മാർ. അങ്ങ് ഞങ്ങളെ കളിമണ്ണ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ അങ്ങയുടെ കൈപ്പണികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പ്രവൃത്തികളാണ്, അങ്ങയുടെ പ്രവൃത്തിയുടെ മകുടമാണ് ഞങ്ങൾ. പ്രിയരെ, ഇതൊരു വെളിപ്പാടാണ്. യിരെമ്യാ പ്രവാചകനും കുശവനും കളിമണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും സൃഷ്ടിപ്പിനെപ്പറ്റിയും കുശവന്റെ പ്രവൃത്തിയെയും ഇഷ്ടത്തെപ്പറ്റിയും ഒക്കെ വ്യക്തമാക്കിയിട്ടിരിക്കുന്നു. കളിമണ്ണിൻ്റെ ഇഷ്ടപ്രകാരമല്ല, കുശവന്റെ ഇഷ്ടപ്രകാരമാണ് കളിമണ്ണിന്മേലുള്ള കുശവന്റെ പ്രവൃത്തി. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്ന യിരെമ്യാവ് 18 നമ്മൾ വായിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി, ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയായ മനുഷ്യൻ അവനെ തന്നെ പാപം നിമിത്തം അവൻ നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവനുള്ള പ്രവൃത്തിയായിരുന്നുവെങ്കിലും പാപം നിമിത്തം അവനെ തന്നെ തകർത്തു കളഞ്ഞു. അവൻ്റെ ജ്ഞാനവും തേജസ്സും പദവിയും ജീവനും അവകാശങ്ങളും എല്ലാം അവൻ തകർത്തു കളഞ്ഞു. എന്നാൽ നല്ല കുശവനായ ദൈവം അവനെ വീണ്ടും പണിതു. കർത്താവായ ക്രിസ്തു, അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ
യേശുക്രിസ്തുവിൽ പ്രിയരെ വീണ്ടെടുക്കപ്പെട്ടവർ പണിയപ്പെട്ടിരിക്കുകയാണ്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ദൈവത്തിൻ്റെ കൈപ്പണിയായ പ്രവൃത്തികളായ നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് സൽപ്രവൃത്തികളാണ് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളായ നാം ശ്രദ്ധിക്കേണ്ടിയ മറ്റൊരു പ്രധാന കാര്യം, പ്രിയരെ, നാം നമ്മുടെ കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുകയും അതൊരിക്കലും ഏത് സാഹചര്യത്തിലും തള്ളിപ്പറയുവാൻ ഇടയാകുകയും അരുത് എന്നുള്ളതാണ്. അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സ്ഥലത്തെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നാം ഓരോരുത്തരും എന്നതിനാൽ ആ ആധിപത്യം, കർത്താവിൻ്റെ ആധിപത്യം നാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ അംഗീകരിക്കുകയും ദൈവത്തിന് എപ്പോഴും മഹത്വം അർപ്പിക്കുന്നവരായി തീരുകയും ചെയ്യും. കൂടപ്പിറപ്പുകളെ, നാം അവൻ്റെ ആധിപത്യം ചോദ്യം ചെയ്യാതെ ഇതിനോടകം അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ ജീവനുള്ള ദൈവത്തിന് കൈപ്പണിയായ പ്രവൃത്തിയാണ് എന്ന് പ്രിയരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ചിരിക്കുന്നുവോ? നമുക്ക് നിവർത്തിക്കുവാനുള്ള കൽപ്പനയുടെ പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ ആരാധിക്കുവാൻ ഇറങ്ങിയവരാണോ നിങ്ങൾ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുകയും നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുകയും ചെയ്യും. എങ്കിൽ സങ്കീർത്തനക്കാരൻ്റെ ആഹ്വാനം സ്വീകരിച്ച് സർവശക്തനായ ദൈവത്തെ ഇപ്പോഴും എപ്പോഴും വാഴ്ത്തും. ഇന്ന് പകലിലും അങ്ങനെയുള്ളൊരു ജീവിതം, അങ്ങനെയുള്ളൊരു ആരാധന മനോഭാവം പുലർത്തി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുക. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാണ്. അവരവരുടെ വാഗ്ദത്തങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിച്ച് അനുഭവിക്കുന്നവരാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധനായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനും സമയത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ കൈപ്പണിയാണ്, അങ്ങയുടെ പ്രവൃത്തികളാണ് എന്നുള്ള ബോധ്യത്തോടെ എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ ആധിപത്യം ഞങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ച് അതിൽ കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് പകലിലും അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കർത്താവിൻ്റെ ബലം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയണമേ. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വേഗം നടക്കും. അവൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി വിശുദ്ധ തികച്ച വേർപാട് അനുഷ്ഠിച്ച് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.